നമസ്കാരം. തൃശൂർ അമലയിലും ജൂബിലിയിലും തുടരുന്ന നേഴ്സിംഗ് സമരവുമായി ബന്ധപ്പെട്ട് നുണക്കഥകളുടെ ഒരു മഹാപ്രവാഹം തന്നെ സംഭവിക്കുകയാണ്. ഈ നുണക്കഥകളെല്ലാം പടച്ചുവിടുന്നത് തൃശൂർ അരമനയിൽ നിന്നാണ്. സമരം ചെയ്യുന്ന നേഴ്സുമാരിൽ 90% ക്രൈസ്തവരായിട്ടും ഇതൊരു മുസ്ലിം ക്രൈസ്തവ ലഹളയാക്കി ചിത്രീകരിക്കാനാണ് ഏറ്റവും അധികം ശ്രമം നടക്കുന്നത്. തൃശൂർ അരമനയിൽ നവവൈദികരെ ഇരുത്തി വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉത്തരവിട്ടിട്ടാണ് മാർ ആൻഡ്രൂസ് താഴത്ത് അമേരിക്കയ്ക്ക് പോയത്. ക്രൈസ്തവ നാമധാരികളായ പലരും നിരന്തരം നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ ഇടപെടുന്ന മാന്യന്മാരായ മനുഷ്യരെ നിർബന്ധിച്ച് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ നുണകൾ മിക്കതും തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചടുക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഇതൊരു ക്രൈസ്തവ മുസ്ലിം വിഷയമാക്കി മാറ്റി ക്രൈസ്തവ ആശുപത്രികളെ തകർക്കാനുള്ള ജിഹാദികളുടെ ഗൂഢാലോചന എന്ന തരത്തിൽ ചിത്രീകരിച്ച് തെരുവിൽ നേരിടാൻ വേണ്ടി ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് ശ്രമിക്കുകയാണ് തൃശ്ശൂർ രൂപത. അതിൻ്റെ ഭാഗമാണ് ഈ വരുന്ന 12-ാം തീയതി തൃശ്ശൂർ ടൗൺ ഹാളിൽ അമലയ ജൂബിലി ആശുപത്രികളെ തകർക്കാനുള്ള ജിഹാദി നീക്കത്തിനെതിരെ പ്രതിരോധം നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ വിശ്വാസ സമൂഹം ഇത് വിശ്വസിക്കുന്നില്ല. വിശ്വാസികൾ ഈ അഹങ്കാരത്തിൻ്റെ മുനയൊടിക്കാൻ നേഴ്സുമാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നു. 12-ാം തീയതി തൃശ്ശൂർ രൂപതയിലെ നേഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ പ്രതിരോധ സമരത്തിനെ എതിർത്തുകൊണ്ട് നേഴ്സുമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ടൗൺ ഹാളിലേക്ക് പ്രാർത്ഥനാ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സഭാ നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ നഷ്ടമുണ്ടായേക്കും. നേഴ്സിംഗ് സമൂഹത്തെ വെറുപ്പിച്ചകറ്റുകയാണ് എന്നത് വിശ്വാസികളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ പല നുണക്കഥകളും പൊളിഞ്ഞടങ്ങുന്നുണ്ട്. സർക്കാർ മിനിമം വേജ് നിശ്ചയിക്കാത്തതിൽ ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൊളിച്ചടുക്കിയിരുന്നു. അവസാന ഇടതു ഭരണകാലത്ത് സർക്കാരിനെതിരെ സമരം നടത്തിയപ്പോൾ CPM-കാർ ചോദിച്ചതും സ്വകാര്യ ആശുപത്രിയിൽ സർക്കാർ എന്ത് ചെയ്യാനെന്നാണ്. വാസ്തവത്തിൽ മിനിമം വേജ് സർക്കാർ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ്. സർക്കാർ എന്ത് പ്രഖ്യാപിച്ചാലും ഞങ്ങൾ നടപ്പിലാക്കാം എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ടാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നതുവരെ ഇടക്കാലാശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? ഈ 2 ആശുപത്രികൾ ഒഴികെ ബാക്കി എല്ലാവരും ഇടക്കാലാശ്വാസം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ മടി കാണിക്കുന്നത്? വാസ്തവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചാൽ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാം എന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നുണ പറയുന്നത്. 2018 ശേഷം ഒരു മിനിമം വേജ് നടപ്പിലാക്കാൻ ഈ മാനേജ്മെന്റുകൾ സമ്മതിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഇവർ പറയുന്ന ഏറ്റവും വലിയ നുണ ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ആശുപത്രി ജൂബിലിയും അമലയുമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ 800 ബെഡിൽ കൂടുതലുള്ള കേരളത്തിലെ 2 ആശുപത്രികൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് ഈ ആശുപത്രിയാണ്. അവർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ നുണ പറയുകയും ചെയ്യുന്നു. മറ്റ് പല ആശുപത്രികളെക്കാൾ ഉയർന്ന ശമ്പളം അവർക്കുണ്ടെങ്കിൽ അതിന് കാരണം ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ് എന്നതാണ്. എന്നാൽ ഇവരെക്കാൾ കുറഞ്ഞ ബെഡുള്ള ആശുപത്രികൾ പോലും ഇതിനേക്കാൾ കൂടിയ ശമ്പളം കൊടുക്കുന്നു എന്ന വാസ്തവം ഈ നുണ പറയുന്നവർ മറന്നുപോകുന്നു. ജൂബിലി അമല ആശുപത്രിയിൽ ഇപ്പോഴുള്ള ശമ്പള സ്കെയിൽ ഞാൻ കാണിക്കുകയാണ് പ്രേക്ഷകരെ. ട്രെയിനിങ് നേഴ്സ് 22,600, 1 വർഷത്തിന് മുകളിൽ 32,718, 2 വർഷത്തിന് 33,918, 3 വർഷത്തിന് മുകളിൽ 34,518, 4 വർഷത്തിന് 36,118, 6 വർഷത്തിന് മുകളിൽ 39,532, 8 വർഷത്തിന് മുകളിൽ 43,038, 11 വർഷത്തിന് മുകളിൽ 44,000, 16 വർഷത്തിന് മുകളിൽ 45,690. അതായത് 16 വർഷത്തിനപ്പുറത്തേക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം, അതായത് 16 വർഷമെങ്കിലും 45,698. 25 വർഷമുള്ളവർക്കും ഇതാണ്. ഇതിൽ നിന്ന് കട്ടിംഗ് ഉണ്ട്. ഇവർ പറയുന്ന 60,000 ഒക്കെ പച്ചക്കളമാണ്. ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട കന്യാസ്ത്രീകൾക്കും മറ്റുമായിരിക്കും. ഇവിടെ UNA-യിലെ ഏറ്റവും മുതിർന്ന 25 വർഷം വരെയുള്ളവർക്ക് കിട്ടുന്ന പരമാവധി ശമ്പളം 40,698. ജൂബിലിയുടെ ശമ്പള സ്ലിപ്പാണ്, സാലറി സ്ലിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഞാൻ തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലെ എലൈറ്റ് ഹോസ്പിറ്റലിന്റെ സാലറി സ്ലിപ്പ് കാണിക്കാം. എലൈറ്റ് ഹോസ്പിറ്റൽ 250 ബെഡ് മാത്രമുള്ള ആശുപത്രിയാണ് കൂർക്കഞ്ചേരിയിലെ എലൈറ്റ് ഹോസ്പിറ്റൽ. അവരുടെ ഈ സമരത്തിന് മുമ്പുള്ള ശമ്പള സ്ലിപ്പാണിത്. എല്ലാം കൂടി അവർക്ക് കിട്ടിയ 42,780 ഈ പറയുന്ന ഒരു നേഴ്സിന്റെ 42,780. സമരത്തിന് ശേഷം കൊടുത്തിരിക്കുന്ന സാലറി സ്ലിപ്പ് ഇതാണ്. ഡേറ്റ് നോക്കിക്കൊള്ളുക. അത് 50,716. 8,000 രൂപയാണ് അവർ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ വേറൊരിടത്തും സമരമില്ല, വേറെ ആരും ചെയ്തില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണെന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെന്താണ് വേണ്ടത്? പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഇവർ പറയുന്ന ഏറ്റവും വലിയ ശമ്പളം കൊടുക്കുന്ന പറയുന്നത് വെറുതെയാണ്. കേവലം 250 ബെഡുള്ള എലൈറ്റ് ആശുപത്രിയിൽ ഇതാണ്. ഇനി ആസ്റ്ററിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ശമ്പളമാണെന്ന് ഇവർ തന്നെ സമ്മതിച്ചു. അവരുടെ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചതാണ്. ആസ്റ്ററിൽ ഇവർക്കുള്ളതിനേക്കാൾ കൂടുതൽ ശമ്പളം എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് ഇവർ 60,000 കൊടുക്കുന്ന, അങ്ങനെ അതിൽ കൂടുതൽ കാണുമല്ലോ. UNA തൃശ്ശൂര് 4 ആശുപത്രികളുണ്ട്. 4 തൃശ്ശൂരത്തെ ആസ്ട്രോ എറണാകുളത്ത് നിൽക്കട്ടെ, തൃശ്ശൂര് ധാരണയായി 4 ആശുപത്രികളുണ്ട്.
അവിടെ നിന്നും ജൂബിലിയിലേക്ക് ഇപ്പൊ ചേർന്നുകൊണ്ടിരിക്കുക ധാരണയായ ആശുപത്രികളിലെ. അതുപോലെ ഈ ആസ്റ്റർ പോലും ഈ ധാരണയാകുന്നത് വരെ ഞങ്ങളെക്കാൾ കുറവ് ശമ്പളമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവർ പറയുന്ന നുണയല്ലേ? ദയവായി ഇവർക്ക് വേണ്ടി വാദിക്കുന്നവർ ഈ നുണകൾ തിരിച്ചറിയുക. ഇനി ഷോബി ജോസഫ് എന്ന UN സംസ്ഥാന പ്രസിഡന്റ് വിശദമായി ഈ സാലറി വർധനവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു കുറിപ്പെഴുതിയത് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കാം. അതിൽ ബാക്കിയുള്ള നുണക്കഥകൾ പൊളിച്ചെടുക്കുന്നുണ്ട്. അമല ജൂബിലി സമരം എന്തിനെ എങ്ങനെ കഥയറിയാതെ വിമർശിക്കുന്നവരുടെ 2018 ശേഷം ആരോഗ്യ മേഖലയിൽ ഒരു മിനിമം വേജ് ഉണ്ടായിട്ടില്ല. 2018 മിനിമം വേജ്. 3 വർഷം കൂടുമ്പോൾ മിനിമം വേജ് വർദ്ധിപ്പിക്കേണ്ടതാണ്. 2020 മുതൽ സമരം നടത്തിയിട്ട് മിനിമം വേജ് വർദ്ധിച്ചില്ല, ഇടക്കാലാശ്വാസം കൊടുത്തു. 2026 സമരം നടത്തിയിട്ട് ഈ 2 ആശുപത്രി ഒഴികെ എല്ലാവരും ഇടക്കാലാശ്വാസം കൊടുത്തു, മിനിമം വേജ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. സർക്കാരിൻ്റെ നൂലാമാലകൾ കേസിൽ കുടുങ്ങിക്കിടക്കും. അത് ഉറപ്പായതുകൊണ്ടാണ് ഈ ആശുപത്രികൾ സർക്കാർ പ്രഖ്യാപിക്കട്ടെ എന്ന് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ UN സമരം പ്രഖ്യാപിച്ചതോടെ 2023 കേരളത്തിലെ മിക്ക ഹോസ്പിറ്റലിലും ഇടക്കാലാശ്വാസ നിലയിൽ ഒരു ശമ്പള വർധന നൽകിയുണ്ടായി. ജൂബിലിയും അമലയും കൊടുത്തിരുന്നു 2023. ശേഷം 3 വർഷത്തിനപ്പുറവും ശമ്പള പരിഷ്കരണം വീണ്ടും നീളുമെന്ന സാഹചര്യം പരിഗണിച്ചാണ് ഈ കാലയളവിലേക്ക് വർദ്ധിച്ച ജീവിത ചെലവ് പശ്ചാത്തലത്തിൽ ഒരു ഇടക്കാലാശ്വാസം കൂടി വേണമെന്ന ആവശ്യം സംഘടനാ മാനേജ്മെന്റ് ഉയർത്തുന്നത്. 2018 ഇടക്കാലാശ്വാസം കിട്ടി, 2023 ഇടക്കാലാശ്വാസം കിട്ടി, 2026 ആയിട്ടും ഈ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടന്നില്ല. അപ്പോഴേക്കും കാലഹരണപ്പെട്ടു. ഇനി പുതിയ ശമ്പള പരിഷ്കരണം വരണം. അതുകൊണ്ടാണ് ഇടക്കാലാശ്വാസം വേണം എന്ന് പറഞ്ഞ് സമരം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 2026 കാര്യം പറയുന്നത്, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആസ്റ്റർ PMF ശാസ്താംകോട്ട, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല, കോട്ടയം കാരിത്താസ്, എറണാകുളം ലേക്ക് ഷോർ, ആസ്റ്റർ മെഡിസിറ്റി, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, എറണാകുളം അപ്പോളോ അഡലക്സ്, തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ആസ്റ്റർ മിംസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ശാന്തി ഹോസ്പിറ്റൽ, മെട്രോ മെഡ്, മൈത്ര ഹോസ്പിറ്റൽ, മലബാർ ഹോസ്പിറ്റൽ, ഇതെല്ലാം കോഴിക്കോടാണ്. വയനാട് മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, ഇക്കറ ഹോസ്പിറ്റൽ കണ്ണൂർ, ബേബി മെമ്മോറിയൽ കണ്ണൂർ, മലപ്പുറത്തെ ആസ്റ്റർ മിംസ്, മലപ്പുറത്ത് അരീക്കോട് മിംസ്, കോട്ടക്കലിലെ മിംസ്, പാലക്കാട് ക്രസന്റ് ഹോസ്പിറ്റൽ, ഇസാഫ് ഹോസ്പിറ്റൽ, പാൽന ഹോസ്പിറ്റൽ തുടങ്ങിയ ഒഴികെ മറ്റ് UN സ്ഥാപനങ്ങൾ ചർച്ചയ്ക്കും ശമ്പള വർധനവും തയ്യാറാവുന്നു. ഈ ഹോസ്പിറ്റലുകൾ ചർച്ചയ്ക്കോ തയ്യാറല്ല. ബാക്കി എല്ലാവരും ചർച്ച നടത്തുന്നു, ശമ്പളം നടത്തുന്നു. ബാക്കി ഒരിടത്തും സമരം നടത്തേണ്ടി വന്നില്ല. ശ്രദ്ധിക്കുക, ഈ ആശുപത്രികൾ ഒഴികെ ബാക്കി എല്ലാ ആശുപത്രികളും ശമ്പള വർധനവിന് സമ്മതിക്കുന്നു. ഏതാണ് 480 ആശുപത്രികളിൽ. തൃശ്ശൂർ ജില്ലയിൽ മാനേജ്മെന്റുകൾ മാർച്ച് 8 സംയുക്ത യോഗം വിളിച്ച് 8,000 മുതൽ 12,000 വരെ വർധനവ് ധാരണയാകുന്നു. എന്നാൽ തൃശ്ശൂർ ജില്ലയിലുള്ള ആശുപത്രികൾ യോഗം വിളിക്കുന്നു. ഈ പറയുന്ന സമ്മതിക്കാത്ത ആശുപത്രികൾ 8,000 മുതൽ 12,000 വരെ നൽകാമെന്ന് അവർ സമ്മതിക്കുന്നു. എന്നാൽ ആ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച അമലയും ജൂബിലിയും അവസാന നിമിഷം പിന്മാറുന്നു. മറ്റ് മാനേജ്മെന്റിൽ എഗ്രിമെന്റ് ഒപ്പിടുന്നു, സമരം ഒഴിവാക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അമലയും ജൂബിലി ഒഴികെ ബാക്കി തൃശ്ശൂരിലെ എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുന്നു. ബാക്കി എല്ലാവരും 8,000 മുതൽ 12,000 വരെ ശമ്പള വർധന നടപ്പിലാക്കുന്നു. ഇവർ യോഗത്തിൽ നിന്ന് പിന്മാറുന്നു. തുടർന്ന് മാർച്ച് 9 സമരങ്ങൾ തുടങ്ങും. വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഈ രണ്ടിടത്തേക്ക് സമരം പ്രഖ്യാപിക്കുന്നു. അതിനെ തുടർന്ന് അമല ജൂബിലി ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാവുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നു. മറ്റെല്ലാ ജില്ലകളിലെയും ഈ പറയുന്ന ശമ്പളം വർദ്ധിപ്പിക്കാത്തടത്ത് സമരം പ്രഖ്യാപിച്ചതോടെ ചർച്ചയ്ക്ക് വരുന്നു. ഓരോരോ ആശുപത്രികളായി ധാരണയിലെത്തുന്നു, സമരം പിൻവലിക്കുന്നു. എന്നാൽ അമലയും ജൂബിലിയും സമരത്തെ നേരിടുവാനും അതിലൂടെ UN എന്ന സംഘടന ഇല്ലാതാക്കാനും പ്ലാൻ ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇതിൻ്റെ അകത്തില്ലാത്തത്. ഇടക്കാലത്ത് ശക്തമായ ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു. ശമ്പളം വർദ്ധിപ്പിക്കാം, ഒറ്റ കണ്ടീഷനാണ് വെച്ചത്. ജാസ്മിൻ ഷാ സംഘടനാ പ്രവർത്തനം നിർത്തിയിട്ട് വിദേശത്തേക്ക് പോകണം. അവർ വിദേശത്തേക്ക് ജോലി ശരിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നോക്കൂ, അവരുടെ ലക്ഷ്യം സംഘടന തകർക്കുകയാണ്, ശമ്പളം വർദ്ധിപ്പിക്കുകയല്ല. എന്തായാലും ശമ്പളം കൂട്ടി നൽകണം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ 1 രൂപ പോലും കൂട്ടി നൽകാൻ തയ്യാറല്ലെന്ന നിലപാടാണ് നിലവിൽ അവിടെ സമരം തുടരാൻ കാരണം. സ്ഥാപനത്തിന് ചെയർമാൻ എന്ന നിലയിലും തീരുമാനമെടുക്കുന്ന അദ്ദേഹമാണെന്ന അറിവിലും ആണ് ബിഷപ്പ് ഹൗസിലേക്ക് സംഘടന മാർച്ച് സംഘടിപ്പിച്ചത്. അതും സമരം ആരംഭിച്ച് 2 മാസങ്ങൾക്ക് ശേഷം. നമുക്കൊക്കെ അറിയാവുന്നതാണ്, ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല. ആശുപത്രിക്ക് മുമ്പിലായിരുന്നു സമരം. എന്നാൽ എന്ത് ചർച്ച വന്നാലും പറയും ബിഷപ്പ് തീരുമാനിക്കും. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ബിഷപ്പ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബിഷപ്പ് മീറ്റിങ്ങിന് വിളിക്കുന്നു, പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും മാർച്ച് നടത്തി. ഏറ്റവും ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളെന്ന അവകാശവാദം നിലവിൽ യാഥാർത്ഥ്യ വിരുദ്ധമാണ്. എന്തിന് ചുറ്റുവട്ടത്ത് 300 ബെഡിൽ താഴെയുള്ള സ്ഥാപനങ്ങൾ പോലും നിലവിൽ ജൂബിലിക്കും അമലയ്ക്കും തുല്യമോ ഉയർന്നതായ ശമ്പളം നൽകുന്നു. നിയമപ്രകാരം 300 ബെഡുള്ള അവരെക്കാൾ അടിസ്ഥാന വേതനത്തിൽ 40% കൂടുതൽ ശമ്പളം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അമലയും ജൂബിലിയും. ഇനിയും എന്തിന് പിടിവാശിയിൽ ഈ നേഴ്സുമാരെ തെരുവിലിരുത്തുന്നു എന്ന് മനസ്സിലാവുന്നില്ല. തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെയും നിലവിൽ വേതന വ്യവസ്ഥയുടെയും കൃത്യമായ വിവരങ്ങൾ താഴെപ്പട്ടികയിൽ വ്യക്തമാക്കുന്നു. ആവശ്യങ്ങളുടെ വിശദ വിവരങ്ങൾ, തസ്തിക, പ്രവൃത്തി പരിചയം, നിലവിൽ ലഭിക്കുന്ന ശമ്പളം, ആവശ്യപ്പെടുന്ന വർധനവ്, ആകെ ആവശ്യപ്പെടുന്ന തുക. അതായത് ആദ്യം പറയുന്നത് നിലവിൽ ലഭിക്കുന്ന ശമ്പളം, രണ്ടാമത് അവർ കൂട്ടുന്ന ആവശ്യപ്പെടുന്ന വർധനവ്, മൂന്നാമത് ആകെ ആവശ്യപ്പെടുന്ന തുക.
ട്രെയിനി നേഴ്സ് 22,665, 2,335 കൂടി കൂട്ടണമെന്ന് പറയുന്നു. ഒരു വർഷത്തിന് മുകളിലുള്ളവർക്ക് 32,718, 8,000 കൂട്ടണം. 2 വർഷത്തിന് മുകളിൽ 33,918, 8,000 കൂട്ടണം. 3 വർഷത്തിന് മുകളിൽ 34,518, 8,000 കൂട്ടണം. 4 വർഷത്തിന് മുകളിൽ 36,118, 8,000 കൂട്ടണം. 6 വർഷത്തിന് മുകളിൽ 39,538, 10,000 കൂട്ടണം. 8 വർഷത്തിന് മുകളിൽ 43,038, 10,000 കൂട്ടണം. 11 വർഷത്തിന് മുകളിൽ 44,038, 12,000 കൂട്ടണം. 16 വർഷത്തിന് മുകളിൽ 46,698, 12,000 കൂട്ടണം. 18 വർഷത്തിന് മുകളിൽ 46,358, 12,000 കൂട്ടണം. ഇതാണ് ആവശ്യം. 40-ന് മുകളിൽ പ്രായവും കുട്ടികളും കുടുംബവുമായി ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ നേഴ്സ് 60,000 രൂപയെങ്കിലും ചോദിക്കുന്നത് ഈ നാട്ടിൽ അത്രയ്ക്കും വലിയ പാപമാണോ? ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. സഭാ നേതൃത്വം പറയുന്ന നുണക്കഥകളെല്ലാം പൊളിച്ചെടുക്കുന്ന വിശദാംശങ്ങളാണിത്. ഇനിയെങ്കിലും യഥാർത്ഥ വിശ്വാസികൾ മനസ്സിലാക്കുക, നേഴ്സുമാരെ കബളിപ്പിക്കുകയാണ് മാർ ആൻഡ്രൂസ് താഴത്തെ. അതിനുവേണ്ടി അവർ പടച്ചുവിടുന്നതെല്ലാം പച്ചക്കള്ളങ്ങളാണ്. മാന്യമായി ജീവിക്കാനുള്ള ഈ നേഴ്സുമാരുടെ അവകാശത്തിനൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥ വിശ്വാസികൾ ഏറ്റെടുക്കണം. കോർപ്പറേറ്റ് എന്നുമൊക്കെ പറഞ്ഞ് നുണ പറയുന്നത് അവസാനിപ്പിക്കാൻ വിശ്വാസികൾ തന്നെ സഭാ നേതൃത്വത്തോടെ ആവശ്യപ്പെടണം.